ഒഴിഞ്ഞ പറമ്പിലെ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഇരുമ്പ് പെട്ടിയിലാക്കിയ നിലയിൽ യുവതിയുടെ മൃതദേഹം. ഭോപ്പാലിൽ നടന്ന സംഭവത്തിൽ മഹാരാഷ്ട്ര സ്വദേശിയായ 33-കാരിയുടെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെടുത്തത്. മഹാരാഷ്ട്രയിലെ ഖോണ്ടിയ സ്വദേശിയായ സിയ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. കേസ് രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. സിയയുടെ കാമുകനും ഭോപ്പാൽ സ്വദേശിയുമായ സമീറാണ് കൊല നടത്തിയത്. ശേഷം വീട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയും ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലൂടെ 1 വർഷം മുൻപാണ് സിയയും ഭോപ്പാൽ സ്വദേശിയായ സമീറും പരിചയപ്പെടുന്നതും പ്രണയിക്കുന്നതും. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണെന്ന വിവരം മറച്ചുവെച്ചാണ് സമീർ സിയയുമായി പ്രണയത്തിലാവുന്നത്. സമീറിനൊപ്പം ജീവിക്കാനായി 3 മാസം മുൻപ് സിയ തന്റെ നാടുവിട്ട് ഭോപ്പാലിലെ കമലാ നഗറിലുള്ള സമീറിന്റെ വീട്ടിലെത്തി. ഇതോടെയാണ് സിയ ഇയാൾ വിവാഹിതനാണെന്ന വിവരം അറിയുന്നത്. വിവാഹിതനെന്ന് അറിഞ്ഞിട്ടും സിയ സമീറിന്റെ വീട്ടിൽ താമസം തുടങ്ങി. സിയ മുൻപ് 3 തവണ വിവാഹിതയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ സിയയും സമീറിന്റെ ഭാര്യയും നിരന്തരം വഴക്കുകളുണ്ടായി. സമീർ തന്നെ വിവാഹം കഴിക്കണമെന്ന് സിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ 5 ലക്ഷം രൂപ നൽകണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും സിയ ഭീഷണിപ്പെടുത്തിയതായും പറയപ്പെടുന്നുണ്ട്. തർക്കം രൂക്ഷമായതോടെ സമീറിന്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതോടെ സമീറും സിയയും തമ്മിൽ അടിപിടിയാവുകയും പ്രകോപിതനായ സമീർ സിയയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി സമീർ തന്റെ അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരുടെ സഹായം തേടി. മൃതദേഹം ഇരുമ്പ് പെട്ടിയിലാക്കി തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലെ സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധിച്ചു. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ടാങ്കിനുള്ളിൽ ഒരു ഇരുമ്പ് പെട്ടി പൊങ്ങിക്കിടക്കുന്നത് കണ്ട് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി പെട്ടി തുറന്നപ്പോഴാണ് യുവതിയുടെ അഴുകിത്തുടങ്ങിയ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം തിരിച്ചറിയാൻ സഹായിച്ചത് സിയയുടെ കയ്യിലുണ്ടായിരുന്ന ടാറ്റുവാണ്. സിയയുടെ മൃതദേഹത്തിന് 4 ദിവസം വരെ പഴക്കമുണ്ടെന്ന് നിഷാദ്പുര പോലീസ് ഇൻസ്പെക്ടർ മനോജ് പാട്വ സ്ഥിരീകരിച്ചു. പ്രാഥമിക നിഗമനമനുസരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ സമീറിനായി പോലീസ് തെരച്ചിൽ തുടർന്നിരുന്നു. എന്നാൽ മൃതദേഹം ഒളിപ്പിക്കാൻ സഹായിച്ച സമീറിന്റെ അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരെ പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേസമയം പ്രതിക്കായി പോലീസ് ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ്.